അപ്പോൾ ഇത് വടകരക്കാരുടെ ഒരു പൊതുവികാരം എന്താണ് ഇതിനെ സംബന്ധിച്ച്? ഷാഫി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? വടകരക്കാരുടെ പൊതുവായിട്ടാണ് പറഞ്ഞത് ഇയാളൊരു പക്ക ക്രിമിനൽ. ഇപ്പൊ അവസാനമായി വന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞ നിങ്ങൾ കേട്ടില്ല ഇത്ര? കേൾക്കുന്നു, പറഞ്ഞോളൂ. നിങ്ങളൊന്നും പറഞ്ഞോളൂ, മനസ്സിലായില്ല. കേൾക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് വടകരക്കാരുടെ ഒരു പൊതുവികാരം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വടകരക്കാരുടെ പൊതുവികാരം എന്ന് പറഞ്ഞാൽ ഇയാളെ പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണം തന്നെയാണ്. ഓഹോ, ഏതായാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു പറയാനായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം റദ്ദാക്കി. അപ്പോൾ നമ്മളത് ബ്രേക്കിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ എന്തായാലും ഒരു തീരുമാനം ഇല്ല. അപ്പോൾ എന്തോ പറയാൻ വന്നു, പക്ഷേ അത് പറയേണ്ട എന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടാകണം. അത് എന്തായിരിക്കാം? ശ്രീ മുരളി ചേർത്തലിൽ നിന്നാണ് എന്നോട് ഇപ്പം ചേരുന്നത്. മുരളി, വാർത്താ സമ്മേളനം ആദ്യം വിളിച്ചു, മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞു, പിന്നെ കാണണ്ട എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അത് രാഷ്ട്രീയപരമായ നയമാണ്. അത് രാഷ്ട്രീയമായ നയമാണ്. കോൺഗ്രസിന് ഏറ്റവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഇച്ചിരി ലീഡറോ വരികയില്ല. അതെ, ശരി, ഓക്കെ. പയസ് എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്നാണ്. പയസ് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, വയനാട്ടിൽ അല്ലേ, ഒരിക്കൽ സ്ഥലം വയനാട്ടിൽ എവിടെ നിന്നായിരുന്നു എന്നോട് പറഞ്ഞു? പുൽപ്പള്ളി. പുൽപ്പള്ളി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓർമ്മയുണ്ട് പുൽപ്പള്ളി. അത് നമ്മൾ ഈ വന്യമൃഗത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഞാൻ അങ്ങേ ഓർക്കുകയും ചെയ്തു. ഓക്കെ, വിളിച്ചു. അതാണ്. അപ്പോൾ പുൽപ്പള്ളിയിൽ ഞാൻ പിന്നെ വന്നിട്ടൊക്കെ ഉണ്ട്. ശ്രീ പയസ്, അവിടെയൊക്കെ ഈ വയനാട്ടിലൊക്കെ ധാരാളം കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ കോൺഗ്രസിന് ഒരു മേധാവിത്വം ഉള്ള മണ്ഡലങ്ങളിലുള്ള പെട്ടതെന്നാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവരുടെ നട്ടലെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പൊ ഈ മുസ്ലിം ലീഗുകാർക്ക് പോലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ് ഇപ്പം. അവർക്കത് മൈക്ക് വെച്ച് കെട്ടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികളെ പ്രതിസന്ധിയിലാക്കിയോ? മുസ്ലിം ലീഗിനും ഒക്കെ ഇതേപോലുള്ള ആരോപണങ്ങളൊക്കെ അവർക്കും വന്നിട്ടുണ്ടല്ലോ. ഇതുമാതിരി ഒരു നാറ്റക്കേസ് ഇത്രയ്ക്ക് ഇതായിട്ട് പണ്ട് നമ്മുടെ ഒരു ഐസ്ക്രീം വാണിപ്പം കഴിഞ്ഞതിന് ശേഷം എന്റെ ഓർമ്മയിൽ ഇത്രയ്ക്കും മോശമായ ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ ഇതിപ്പോ ഇവരുടെ ഒരു നട്ടല് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്നതും എല്ലാം ഈ ഘടകകക്ഷികളാണല്ലോ. കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ വാശിയോടെയും വീറോടെയും കൂടി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഘടകകക്ഷികളാണല്ലോ. അപ്പൊ മൊത്തത്തിൽ ഘടകകക്ഷികളെ പ്രതിസന്ധിയിലാക്കി എന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. പ്രശാന്തിന് എന്ത് തോന്നുന്നു? ഈ വാർത്താ സമ്മേളനം പിൻവലിച്ചത് എന്തുകൊണ്ടായിരിക്കും പ്രശാന്ത്? വാർത്താ സമ്മേളനം സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കും. സമ്മർദ്ദം അല്ലേ? അപ്പൊ എന്താ രാജിവെക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണും അല്ലേ? അങ്ങനെയായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്റെ അഭിപ്രായം രാജിവെക്കണം എന്നാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു സാർ വിളിച്ച സമയത്ത് രാജിവെക്കണം എന്നുള്ളത്. ആ നിലക്ക് ഞാൻ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഇതിൽ എന്നോട് സുനിൽകുമാർ പറയുന്നു, പൊതുവേദി കണ്ടിട്ടാവും ചിലപ്പോൾ ഇത് റദ്ദാക്കിയെന്ന് കേട്ടോ. ഇത് എനിക്കറിയില്ല. കാരണം പൊതുവേദി ചിലരൊക്കെ രാജിവെക്കേണ്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ചിലർ രാജിവെക്കണമെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുനിൽ എന്നോട് പറയും പൊതുവേദി കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനിച്ചതെന്ന്. അപ്പോൾ ജഗതി കുതിരയെ വിഴുങ്ങിയതുപോലെയായി എന്നാണ് ഇപ്പോൾ പിന്നെ വിജയ് മോഹൻ നായർ എന്നോട് ചോദിക്കുന്നത്. ശരി, ഓക്കെ. ഷാ 90 പറയുന്നു, കോൺഗ്രസ് ഈ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാക്കൂട്ടത്തിലല്ല, കോൺഗ്രസ് ഒരു രാഹുൽ പോയാൽ 1000 രാഹുൽമാർ വരും എന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ പോയാലൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ഷാ @90 പറയുന്നത്. അപ്പോൾ ഷാ ഒരു 90s കിഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാ @90 എന്നാണ്. ടോക്ക് വിത്ത് ശിവ പറയുന്നത്, നിങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കൊടുത്ത വാർത്ത RSPയെ കുറിച്ച് എന്തടിസ്ഥാനത്തിലാണ്? ഓഹോ, ഓക്കെ. അത് നമുക്കൊരു ദിവസം ഡാനിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹാപ്പിനെസ് CPM എന്ത് ചെയ്യും എന്ന്, CPM ഇനി എന്ത് ചെയ്യുമെന്ന് ഹാപ്പിനെസ് എന്നോട് ചോദിക്കുന്ന, CPM ഇപ്പോൾ ഹാപ്പി ആകാനുള്ള സാധ്യത ഇല്ല എന്ന് ഹാപ്പിനെസ് തൽക്കാലം മനസ്സിലാക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണദാസ് ഒരു തംസപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ജയൻ ചേട്ടന് നമസ്കാരം. ഓക്കെ. കൃഷ്ണദാസ് പറയുന്നു, സുനിൽകുമാർ ശ്രീമതി ജയ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കും, സ്വാഭാവികം. കോൺഗ്രസ് എന്നാൽ എന്താണ് ഇതൊക്കെ വെളിവാക്കുന്നത് എന്താ? ഓക്കെ എന്ന് കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നു. നിങ്ങൾ രാഹുൽ രാജിവെച്ചാൽ ക്രിട്ടിക്ക് കിട്ടുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല. ജയ എനിക്ക് നാട്ടിൽ ശല്യം ഉണ്ടാക്കരുതെന്ന് ആരോ പറയുന്നുണ്ട്. ഓക്കെ. ഡ്രീം ലൈനിന് എന്തോ നമ്മളെ
വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹം ഇത് ഞാൻ ഡ്രീം ലൈനോട് ഒരിക്കൽ വിശദീകരിച്ചല്ലോ, ഇത് ഡ്രീം ലൈൻ ഇത് പൊതുവേദി ആൾ കാണുന്നതിൻ്റെ യൂട്യൂബിൽ ഇനിയും ആളുകൾ കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 43 ലക്ഷം വ്യൂസ് ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ 43 ലക്ഷം പേര് ലൈവായിരുന്നത് കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത്ര വരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അവർ പിന്നെ കണ്ടോളും, അങ്ങ് ഇത് വിഷമിക്കേണ്ട, അങ്ങ് ഇത് കാണുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ കൈയടിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കൈയടിച്ചോ, സന്തോഷം തന്നെ. അഹമ്മദ് ബാബ മലപ്പുറത്ത് നിന്ന് എന്നോടൊപ്പം വിളിക്കുന്നു. മുഹമ്മദ് ബാബ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. അദ്ദേഹം മലപ്പുറത്താണ് വിളിക്കുന്നത്. കുറേ ദിവസമായി ഞങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ ശ്രീ അഹമ്മദ് ബാബ, ഇത് അങ്ങ് ഒരു ചെറിയ UDF അനുഭാവിയാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതുപോലെ ഒരു ഘട്ടത്തിൽ ശ്രീ അഹമ്മദ് ബാബ എന്ത് നിലപാടെടുക്കും? ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ജ്യേഷ്ഠന്റെ മരണം ഉണ്ടായപ്പോഴേ ഒന്നങ്ങോട്ട് വിട്ടു നിൽക്കേണ്ടി വന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലേ? ഇല്ല, ഇന്നലല്ല, മിനിഞ്ഞാന്ന്. അതാ പറഞ്ഞു, ഞാൻ അഹമ്മദ് ബാബു വന്നാൽ ഞാൻ ഓർക്കാതിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പട്ടികയിലാണ് അഹമ്മദ് ബാബു. ഞാന് പിന്നെ പെട്ടെന്ന് ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോൾ അതിന്റെ കുറച്ച് ഇതിലായി. അതൊരു ദുഃഖവാർത്തയാണല്ലോ. എങ്ങനെയാണ്, എന്താണത് സംഭവിക്കാൻ കാരണം? എന്ത് പറ്റിയത്? തോന്നൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇതായിട്ട് പെട്ടെന്ന് അങ്ങനെ പോയി. അത് പിന്നെ മുകളിലുള്ള സമയം കണക്കാക്കിയ പോണ്ട സാർ. ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും ഒക്കെ പങ്കുചേരുകയാണ്. കുടുംബത്തിന് ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വിഷയങ്ങളിലും ഒരു എടുത്തുചാട്ടമുള്ള ഒരാളാണ്. ഇത് വല്ലാത്ത എടുത്തുചാട്ടമായി പോയോ എന്നൊരു സംശയം ഉണ്ടോ? ഇത് എടുത്തുചാട്ടമായി പോയോ എന്ന് ചോദിച്ചാല് അതും ഞാനിപ്പോ ഇത് ഒരു UDF അനുഭാവിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് ഒരു മോശത്തരമായിട്ടുള്ള ഒരു മോശം സന്ദേശം പുറത്ത് നൽകാൻ ഒരു സാധ്യത ഇതിലുണ്ട്. പക്ഷെ ഇത് ഒരു പാർട്ടി ആളുകൾ, മറ്റു പാർട്ടി ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ധാർമ്മികതയുടെ ഒക്കെ പ്രശ്നം അവരിൽ കൂടിയും വന്നത് അവിടെ കിടക്കുകയാണ്. ഇപ്പൊ ഇന്ന് വാർത്താ സമ്മേളനം റദ്ദാക്കിയപ്പോ ചാനലില്, നിങ്ങളെ ചാനലിൽ തന്നെ കണ്ടു. അപ്പൊ ആ വാർത്താ സമ്മേളനം ഒന്ന് കേൾക്കാന്ന് ഞാനും വിചാരിച്ചിരുന്നു, എന്തായിരിക്കും പറയാ എന്നറിയാന്. ഏതായാലും ഇതൊരു ഇതിന്റെ ഒരു തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു വിധത്തിലേക്ക് ഇത് പോകുന്നു എന്ന് ആണ് എന്റെ ഒരു അഭിപ്രായം. ഇതിൽ കുറെ സംസാരിക്കാനുണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ ഒരു വേദിയില് വേറെ ആളുകള് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു അഭിപ്രായം മാത്രമാണ് അഹമ്മദ് ബാബന്റെ കയ്യിൽ നിന്നുള്ളത്. പിന്നെ കുറെ അഭിപ്രായം പറയാനിപ്പോ ഞാനും മാനസികമായിട്ട് ഞാനും വലിയൊരു ഇതിലല്ല. ആയിക്കോട്ടെ, ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്നിട്ടും പൊതുവേദിയിൽ ഇത് വിളിക്കാനും ഈ കാര്യം പറയാനും അങ്ങ് കാണിച്ച ആ ഒരു ഏതായാലും ഈ പൊതുവേദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ അനുശോചനം അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അഹമ്മദ് ബാബു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ് അദ്ദേഹം. അപ്പോൾ കുറച്ച് ദുഃഖാവസ്ഥയിലാണ്. ഏതായാലും അത് ഒക്കെ മാറി അദ്ദേഹത്തിന് കുറെ കൂടി കരുത്ത് ജീവിതത്തെ നേരിടാൻ ഉണ്ടാകട്ടെ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തോമസ് എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ശ്രീ തോമസ്, കോട്ടയത്ത് നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. പൊൻകുന്നത്ത് നിന്ന്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഈ വിഷയം ചർച്ചയായോ തോമസ്? എന്താ പറയുന്ന ആളുകളോട്? തീർച്ചയായിട്ടും ചർച്ചയായിട്ടുണ്ട്. പലരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണ് ഇത് കാണുന്നത്. ആ ഒരു രീതിയിൽ ഇതിനെ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ചെറുപ്പക്കാരനാണ്. ഈ പറയുന്ന പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടായി കാണാം. അത് ഒരുമിച്ച് ജീവിക്കാനാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇങ്ങനെ അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യം അവർ ആ നിമിഷത്തിൽ സംഭവിച്ചു പോയി. ആ പെൺകൊച്ച് ഗർഭിണിയായി. ഇവർ ഒരുമിച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ സത്യത്തിൽ ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുകയും ആ വാട്സപ്പ് ചാറ്റൊക്കെ കൊടുക്കുകയും ചെയ്യുകയായി പോകും അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ആ റിപ്പോർട്ട് ഞാൻ ആണെന്ന് തോന്നുന്നു. ആ മൊട്ടയടിച്ച അരുൺ സാറ് ആ പെൺകൊച്ചിനെ ഇരുത്തിക്കൊണ്ട്, ആ സിനിമാ നടിയെ ഇരുത്തിക്കൊണ്ട് കുത്തി എന്തോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം, എന്തോ വലിയൊരു ചീഞ്ഞു നാറിയ സംഭവം ഇട്ട് മലയാളികളെ മുമ്പിൽ ഇട്ട് വെഴുപ്പലക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. മലയാളികളല്ല ഇത് കാണാനും വേണ്ടി മാത്രമല്ല. ആരോപണം ഒരു MLA-ക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെ വരുമ്പോൾ മാധ്യമങ്ങൾ അത് ആരാണെന്ന് ചോദിക്കില്ല. മാധ്യമങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കൂലേ?
ഇപ്പോഴും ഈ പറയുന്ന ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെന്നെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ പറയൂലേ അത് ഇത് വാർത്ത അറിഞ്ഞിട്ട് മറച്ചു വെച്ചു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടി ഇപ്പോഴും സമൂഹത്തിന് മുമ്പിലേക്ക് അത് താല്പര്യപ്പെടുന്നില്ല. അത് ഒളിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഇത് ഇട്ട് അതിനെ സമൂഹത്തിന് മുമ്പിലിട്ട് വലിച്ചു കയറി ഇത് ചെയ്യാനായിട്ട് അതും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഏതായാലും ഒരു ചലച്ചിത്ര താരവും ഒരു ട്രാൻസ് വുമണും എത്തിയിട്ടുണ്ട്. പരാതിപ്പെട്ട ഒരാള് നമ്മുടെ ഹണി ഭാസ്കരൻ എന്ന സാഹിത്യകാരിയാണ്. അവരിപ്പോൾ ആകെ പെട്ടിരിക്കുക. കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ സൈബർ അറ്റാക്ക് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി അവർക്ക് ഉണ്ടായിരിക്കുന്ന ദുരനുഭവം അല്ല പറഞ്ഞു, അവർ വേറെ ആൾക്കുണ്ടായിരിക്കുന്ന ദുരനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അവർ ഈ അനുഭവം പറഞ്ഞപ്പോൾ അവർക്കൊരു ദുരനുഭവം ഉണ്ടായി. അതാണ് അവരിപ്പോ പോലീസിൽ പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. സൈബർ അറ്റാക്കാണ്. അപ്പൊ ഈ പരാതിക്കാരി പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു ക്വസ്റ്റ്യനും കൂടി അവിടെ നിൽക്കുകയാണ്. സിമ്പിളായിട്ട് ഒരു കാര്യം കൂടെ അറിയിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എത്ര പേര് പോലീസിനകത്ത് കൊണ്ടുവന്ന് പരാതി കൊടുത്തു. ഇപ്പൊ ഏകദേശം ഒരു സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തില് ക്ഷയിക്കാൻ വേണ്ടിയിട്ട് ആണോ പെണ്ണോ ആയിക്കോട്ടെ എത്ര പേര് ആഗ്രഹിക്കുന്നു ഒരു നിമിഷത്തിന് വേണ്ടി. പക്ഷെ ഞാൻ ശ്രീ തോമസിനോട് ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ പരാതി ഇല്ലായിരിക്കാം, ഇപ്പോൾ കുറ്റകൃത്യങ്ങളില്ലായിരിക്കും, പക്ഷേ ഞാനിങ്ങനെ ഇത് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല മന്ത്രിമാരും മുമ്പൊക്കെ രാജിവെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ വകുപ്പിലൊരു സംഭവം നടക്കും പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മാറി നിൽക്കാനും കുറ്റസമ്മതം നടത്താനും ഒക്കെ വന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഓരോ കേസിൽ ഓരോരുത്തരും രാജിവെച്ചിട്ടുണ്ട്. അത് അതേ